ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നാളത്തെ പത്തരമാറ്റിൻ്റെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നാഗേന്ദ്രൻ ഒരു സംശയം പ്രകടിപ്പിക്കുകയാണ് അവന്തികയുടെ മുന്നിൽ. അപ്പോൾ പറയുകയാണെങ്കിൽ ഈ അനിയും നന്ദുവും തമ്മിൽ പ്രണയം ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും വെച്ചാൽ അത് സംശയമല്ല, ശരിക്കുണ്ട്. അവർ തമ്മിൽ ഇഷ്ടമുണ്ടെന്നേ, അത് ഞാൻ നേരിട്ട് കണ്ട കാര്യമാണ്. അപ്പം ഇത് കേട്ട് നാഗേന്ദ്രൻ ഞെട്ടിപ്പോണ്. മോള് പറയുന്നത് സത്യമാണോ? അതെ അച്ഛാ, അവർ പാർക്കിൽ തിരിഞ്ഞടക്കുന്നതും അങ്ങനെ പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതൊക്കെ ഞാൻ കൈയോടെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ അനിയേട്ടൻ എൻ്റെ മുന്നിൽ കിടന്ന് അഭിനയിക്കുകയായിരുന്നു. ഇപ്പം കണ്ടില്ലേ, ആ നിശ്ചയ സമയത്ത് തന്നെയല്ലേ നന്ദു വിളിച്ച് ആ നിശ്ചയം മുടക്കണമെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അത് കേസാകുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയച്ചാ, അവർ തമ്മിൽ നല്ല അടുപ്പമുണ്ട് അച്ഛാ. അവർ തമ്മിൽ അടുപ്പുള്ളിടത്തോളം കാലം എനിക്ക് അനിയേട്ടനെ കല്യാണം കഴിക്കാനായിട്ട് സാധിക്കില്ല എന്നേ. ഇത് കേട്ട് നാഗേന്ദ്രനാണെങ്കിൽ മോളെ നീ ടെൻഷൻ ആവണ്ട, അവൾക്കിട്ടുള്ള പണി ഞാൻ തന്നെ കൊടുത്തോളാം. ആദ്യം അവൾ എൻ്റെ കയ്യിൽ കിട്ടിയതാണ്, പക്ഷെ ആ സമയത്താണ് ആദർശ് വന്ന് അവിടെ പെട്ടത്. അല്ലായിരുന്നെങ്കിൽ അവളുടെ കഥ ഞാൻ തീർത്തന്നേരം നിങ്ങളുടെ ഇടയിൽ ഒരു തടസ്സത്തിനും അവരും വരില്ലായിരുന്നു എന്നിങ്ങനെ പറയാം. അച്ഛൻ എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ അച്ഛാ, എന്നാലേ ഈ കല്യാണം നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊന്നും നടക്കില്ല അച്ഛാ. എനിക്ക് അനിയേട്ടനെ കല്യാണം കഴിക്കണം. അത് അനിയേട്ടനോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലെന്ന് അച്ഛന് നന്നായിട്ട് തന്നെ അറിയാം. പക്ഷേ അവിടുത്തെ സ്വത്തുക്കൾ അത് നമ്മളുടെ കയ്യിൽ തന്നെ ആവണം. അവിടെ അധികാരം സ്ഥാപിക്കണം അച്ഛാ. അതേ മോളെ, അത് തന്നെയാണ് എൻ്റെയും മനസ്സിലെ ഒരു ലക്ഷ്യം. അതിന് നന്ദുവിനെ ഇല്ലാതാക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെ ഞാൻ നടത്തിയെടുക്കും എന്നിങ്ങനെ അവന്തികയോട് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഈ കനകവും ഗോവിന്ദനും കൂടി നന്ദു വരട്ടെ വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കാത്തുകൊണ്ട് നിൽക്കുക. ആ സമയത്താണ് നന്ദു കയറി വരുന്നത്. നന്ദു ഇങ്ങനെ പോലീസ് സ്റ്റേഷനത്തിലാണ് കയറി വരുന്നത്. ഇത് കണ്ട് ഇവരാണെങ്കിൽ നിൽക്കടി അവിടെ എന്നും പറഞ്ഞുകൊണ്ട്, എന്താ അമ്മേ, എടിയടി നീ മനഃപൂർവ്വം അല്ലേടി ആ അനിയുടെ നിശ്ചയം മുടക്കിയത്? ഇതെന്താ അമ്മ ഈ പറയുന്നത്? ഞാനെന്തിനാ മനഃപൂർവ്വം അനിയുടെ നിശ്ചയം മുടക്കുന്നത്? എൻ്റെ കാര്യം എന്താ? എനിക്ക് കാര്യം എന്താണെന്നോ? എനിക്കേ പല പ്രാവശ്യം സംശയമുള്ളതാണ് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇപ്പോഴും ഇഷ്ടത്തിലാണോ എന്ന്. അതിപ്പോഴേ കൂടി ഏതാണ്ട് ഉറപ്പുമായി. നിങ്ങൾ തമ്മിൽ നല്ല അടുപ്പമുണ്ട്, സ്നേഹമുണ്ട്, നിങ്ങൾ ഇപ്പോഴും പ്രണയത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടല്ല കറക്റ്റ് സമയത്ത് നീ വിളിച്ച് അവിടെ ആ ഒരു നിശ്ചയം മുടക്കിയതെന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മ കാര്യം അറിയാതെ സംസാരിക്കാനായിട്ട് നിൽക്കരുത്. ഞാൻ അങ്ങനെ ആരുടെ നിശ്ചയം മുടക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഞാൻ അങ്ങോട്ട് വന്നു പോലും ഇല്ലല്ലോ, അമ്മനെ കൊണ്ടുപോയില്ലല്ലോ. പിന്നെ എന്തിനാ അമ്മയ്ക്ക് എൻ്റെ മേലെ ഇങ്ങനെ സംശയം? അതെ, ഞാൻ കൊണ്ടുപോയില്ല. പക്ഷേ അടുത്ത ഒരു നീക്കം നീ ചെയ്തു. അടുത്ത നിന്റെ തന്ത്രം. നീയും അനിയും കൂടി ഗൂഢാലോചന ചെയ്ത് ആ കറക്റ്റ് സമയത്ത് വിളിച്ചതല്ലേ? മനസ്സിലായ കാര്യങ്ങൾ. നയനെ ആ കുടുംബത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷമേ പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സന്തോഷത്തോടു കൂടി തന്നെയാണ് അവർ, സമാധാനത്തോടു കൂടി തന്നെയാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴേ നീ ഒറ്റൊരുത്തി കാരണം അതെല്ലാം താറുമാറായില്ലേ. ആ കുടുംബത്തിൽ വീണ്ടും പ്രശ്നം തുടങ്ങി. ഇപ്പോൾ എല്ലാത്തിനും കൂട്ടുനിന്ന് ഞങ്ങൾ രണ്ടുപേരും ആണെന്നാണ് ആ വീട്ടുകാർ പറയുന്നത്. നീ ആ സമയത്ത് എന്തിനാണ് വിളിച്ചത്? അല്ലെങ്കിൽ നിശ്ചയം കഴിഞ്ഞിട്ട് നിനക്ക് വിളിച്ചാൽ പോരായിരുന്നില്ലേ? ഈ അനാമികയുടെ അച്ഛനെയൊക്കെ നിനക്ക് ശരിക്കറിയാം. അവർ എന്തിനുള്ള പുറപ്പാടാണെന്നും അറിയാം. അനിയെ എത്രത്തോളം താഴ്ത്താൻ പറ്റുമോ അത്രത്തോളം താഴ്ത്തുന്ന സ്വഭാവമാണ് അവരുടേത്. ആ സമയത്ത് അവരൊരു പരാതി തന്നെന്ന് വിചാരിച്ച് നീ കണ്ണും പൂട്ടി അത് സ്വീകരിച്ച് നീ നേരെ മുത്തശ്ശനെ വിളിച്ച് പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല നന്ദു. അമ്മേ, ഇത് ഒരുപക്ഷെ ഞാനങ്ങനെ വിളിച്ചില്ലായിരുന്നെങ്കിൽ അനിയെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു. ആ നിശ്ചയം മുടക്കിയില്ലായിരുന്നെങ്കിൽ, ആ നിശ്ചയം നടക്കുമായിരുന്നെങ്കിൽ എനിക്ക് അനിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ലോക്കപ്പിൽ ഇടേണ്ടി വന്നാനായിരുന്നു എന്നൊക്കെ നന്ദു പറയുകയാണ്. നിനക്ക് അത് തന്നെയായിരിക്കും ഉദ്ദേശം. അനി കുറച്ച് ദിവസം ലോക്കപ്പിൽ കിടക്കും. അതിനുശേഷം ആ നിശ്ചയം മുടങ്ങുമല്ലോ. പിന്നെ പോലീസ് നടപടിയും കോടതി നടപടിയും ഒക്കെ ഉണ്ടാകുമല്ലോ. ഡിവോഴ്സ് കഴിയാതെ ഈ നിശ്ചയം നടക്കാൻ പാടില്ലെന്ന് അത് തന്നെയായിരുന്നില്ലേ നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ അമ്മ എന്നിങ്ങനെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഒരു ആളാണോ അമ്മേ? എൻ്റെ കയ്യിലൊരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ പരാതിയോട് മുന്നോട്ട് പോകുന്നതല്ല എനിക്കിഷ്ടം. അത് ആരാണെങ്കിലും ശരി, അവരെ കണ്ണടച്ച് ഞാൻ അറസ്റ്റ് ചെയ്യുന്നൊരു സ്വഭാവക്കാരിയാണെന്ന് അമ്മയ്ക്ക് അറിയാൻ പാടില്ലേ. എന്നിട്ടും അമ്മ എന്തിനാ എന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതൊക്കെ ഇങ്ങനെ ചോദിക്കണം. നീ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒരു കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ നിനക്ക് വിളിച്ചാൽ മതിയായിരുന്നു. ആ സമയത്ത് ഉടനെ തന്നെ നീ വിളിച്ചിരിക്കുന്നു. എടി നന്ദു, നീ മനഃപൂർവ്വം ആ കല്യാണം മുടക്കിയതാണ്. നിനക്കിപ്പോഴും അനിയോട് ബന്ധമുണ്ട്. പക്ഷേ മോളെ, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ നടക്കില്ല. അത് നിന്നെ കൂടി ആ വീട്ടിലേക്ക് വിടാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ നിനക്ക് പെട്ടെന്ന് നല്ലൊരു ചെറുക്കനെ ഞങ്ങൾ കണ്ടെത്താനായിട്ട് തീരുമാനിച്ചിരിക്കുക. അതിന് യാതൊരു തടസ്സവും പറയേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടെത്തുമെന്ന് പറഞ്ഞാൽ കണ്ടെത്തുന്നെന്തോ. നിൻ്റെ ആഗ്രഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. അനന്തപുരിയിലേക്ക് അനിയുടെ ഭാര്യയായിട്ട് നിന്നെ ഞങ്ങൾ വിടില്ല.
ഹാ, അനിയെ എല്ലാവരുടെ മുന്നിൽ വെച്ച് വിളിച്ചു പറഞ്ഞു അത്രേ പല കാര്യങ്ങളൊക്കെ. പക്ഷേ അതൊക്കെ അനിയുടെ മനസ്സിൽ മാത്രമേ ഇരിക്കുള്ളൂ. അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. ഞങ്ങളെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, നിന്നെ ആ വീട്ടിലേക്ക് വിടില്ല എന്ന്. അതേപോലെ തന്നെ നടക്കുകയുള്ളൂ. ആ വാക്ക് ഞങ്ങൾക്ക് പാലിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ജീവിച്ചിരിക്കില്ല എന്നും കൂടി അമ്മ പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നന്ദു പേടിച്ചു പോയി. പക്ഷേ നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കേടുണ്ടായിട്ടാണ് എന്നെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ലേ? ഞാനൊരു പ്രശ്നത്തിനും പോകുന്നില്ലല്ലോ, പിന്നെ എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഓ, അവൾ അനാമിക പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ അങ്ങനെ അങ്ങോട്ട് വിശ്വസിച്ചു, എല്ലാം കൂടി അങ്ങോട്ട് താറുമാറാക്കി എന്ന് പറഞ്ഞപ്പോഴേക്കും നന്ദുവിന് ദേഷ്യം വന്ന് നന്ദു അകത്തേക്ക് കയറി പോവുക. ഈ സമയം തന്നെ ഈ അവന്തികയുടെ അച്ഛനും കൂടി സംസാരിക്കണം. അപ്പം ഈ നാഗേന്ദ്രൻ ചോദിക്കുകയാണ്, മോളെ നിന്നെ വല്ല സംശയമുണ്ട് നിൻ്റെ അമ്മയ്ക്ക്? അല്ല, നമ്മൾ രണ്ടുപേരും കാണുന്നുണ്ടോ എന്നുള്ളൊരു സംശയം. ഒരിക്കലും ആ ഒരു സംശയം പാടില്ല. പിന്നീട് നമുക്ക് കാണാൻ പറ്റില്ല, നമ്മുടെ മനസ്സിലെ ഉദ്ദേശങ്ങൾ നടക്കാനും പോകുന്നില്ല. ഇല്ല അച്ഛാ, അങ്ങനെ ഞാൻ അച്ഛനെ കാണുന്നുണ്ടെന്നുള്ളൊരു സംശയമൊന്നുമില്ല. പക്ഷേ അഭിയേട്ടൻ കാണുന്നുണ്ടോ എന്നൊരു സംശയം അമ്മയ്ക്കുണ്ട്. അത് പല പ്രാവശ്യം അഭിയേട്ടൻ്റെ പുറകെ നടന്ന് അമ്മ ചോദിക്കുന്നുമുണ്ട്, നീ അച്ഛനെ കാണുന്നുണ്ടോ, അച്ഛൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ, അങ്ങനെ ഇങ്ങനെയൊക്കെ. അമ്മയുടെ ആ ഒരു പറച്ചിലൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ അറിയാവുന്ന അച്ഛാ, അച്ഛൻ എന്തൊക്കെയോ രഹസ്യങ്ങളെല്ലാം അഭിയേട്ടനോട് പറഞ്ഞു കൊടുക്കുമോ എന്നുള്ളൊരു പേടി അമ്മയുടെ മനസ്സിലുണ്ട്. ആ ഒരു സംസാരത്തിൽ നിന്ന് എനിക്ക് അങ്ങനെയാ അച്ഛൻ മനസ്സിലായത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നാഗേന്ദ്രൻ പറയാണ്, അതെ, അതവളുടെ വെറും പേടിയല്ല, ശരിക്കുള്ള പേടി തന്നെയാണ്. നിങ്ങൾക്കാർക്കും അറിയാത്ത ചില രഹസ്യങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ട്. എനിക്കും നിൻ്റെ അമ്മയ്ക്കും അറിയാവുന്ന ആ രഹസ്യം വലിയ രഹസ്യം എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവന്തിക ചോദിക്കുകയാണ്, എന്താച്ചാ രഹസ്യം? അതിന് മാത്രം നിങ്ങൾ തമ്മിലുള്ള ആ രഹസ്യം എന്താണെച്ചാ അത് എന്നോടും കൂടി ഒന്ന് പറഞ്ഞോടെ എന്ന് ചോദിക്കുമ്പോൾ, മോളെ അത് പറയാനുള്ള സമയമായിട്ടില്ല. പക്ഷേ ആ രഹസ്യം വരാനായിട്ട് പറയേണ്ട സമയത്തൊക്കെ പറയണം. അതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വീണ്ടും തിരിച്ചു വന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് നിൻ്റെ അമ്മ പേടിച്ച് വിറച്ച് നിൽക്കുന്നത്. നീ കാണാൻ പോകില്ലെന്നൊക്കെ നിനക്ക് ഈ അച്ഛനെക്കുറിച്ച് ഒന്നും അറിയാൻ പാടില്ലെന്നൊക്കെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അബി അങ്ങനെയല്ല. അബി ഈ എൻ ജ്വല്ലറിയിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണല്ലോ. അപ്പം അതിനെ തുടർന്ന് എൻ ജ്വല്ലറിയിൽ വെച്ച് സ്വന്തം അച്ഛനെ കണ്ടുമുട്ടിയാലോ, അതിനുശേഷം ഞാൻ പണ്ടത്തെ കഥകൾ, അതായത് ഈ ജലജയുടെ ആ രഹസ്യ കഥകൾ ഞാൻ അഭിയോട് തുറന്നു പറഞ്ഞാൽ അഭി ഇനി അമ്മയെ വെറുത്താലോ എന്നുള്ളൊരു പേടി ഈ ജലജയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് അഭിയെയും എൻ്റെ കൂടെ നിർത്താനായിട്ട് അവൾ സമ്മതിക്കാത്തത്. പല പ്രാവശ്യം അവൾ മുടക്കി നിൽക്കുന്നത്. പക്ഷേ ഇതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. അങ്ങനെ നമ്മുടെ ഈ നാഗേന്ദ്രൻ പല പഴയ കാര്യങ്ങൾ ആലോചിക്കുക. പണ്ട്, അതായത് ഈ അവന്തികയും അതേപോലെ തന്നെ അഭിയൊക്കെ കുഞ്ഞായിരുന്ന സമയത്തുള്ള നടന്ന കാര്യങ്ങൾ മുഴുവനും അവിടെ ആലോചിക്കുകയാണ്. അപ്പോൾ ആ രഹസ്യ കഥ ഇനി അധികം താമസിയാതെ പുറത്തു വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നാളെ വരെ നിങ്ങൾ കാത്തിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗെയിൻ. ബൈ.